ഈ സിനിമയുടെ എല്ലാ ഏരിയയും ഫയറാണ് ഒരൊറ്റ ഏരിയ വെച്ചിട്ട്. ഇതിലെ നായകൻ കത്തിയിട്ട് കുത്തിയാൽ പോലും മുഖത്ത് ഒരു എക്സ്പ്രഷനും വരൂല എന്ന് നിർബന്ധം പിടിക്കുന്ന നായകനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത്രയും നിർഗുണനായ ഒരു നായകനെ ഒരു മാസ പടത്തിലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പവൻ കല്യാണിന്റെ ഫാൻ ബോയ് ആയ സുജീത്ത് തന്റെ ഐഡോളിന് വേണ്ടിയിട്ട് കൊടുത്ത ഒരു ട്രൈബ്യൂട്ടാണ് ഈ സിനിമ. ദേ കോൾ ഹിം ഓജി. അതിക് രവിചന്ദ്രൻ അജിത്തിന് ഗുഡ് ബാഡ് അഗ്ലി കൊടുത്ത പോലുള്ള അതേ സെയിം ട്രീറ്റ്മെന്റ് ആണ് ഈ പടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അസാമാന്യ ശക്തിയുള്ള നായകൻ, എല്ലാവരും പേടിക്കുന്ന സ്കിൽസ്, പേടിപ്പെടുത്തുന്ന ഫ്ലാഷ് ബാക്ക്, പിന്നെ ഒരു ജാപ്പനീസ് കണക്ഷൻ, ഇതൊക്കെ ഇവിടെയും ഉണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ കാര്യം മാത്രമേ പാളിയിട്ടുള്ളൂ, ഹീറോ സെലക്ഷൻ. സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് പവൻ കല്യാണിന്റെ ക്യാരക്ടറിനെ എലിവേറ്റ് ചെയ്യാനാണ് ഡയറക്ടർ ശ്രമിക്കുന്നത്. വഴി കൂടെ പോകുന്നവരും വരുന്നവരും ഇജാതി ബിൽഡപ്പ് ആണ് പുള്ളിക്ക് കൊടുക്കുന്നത്. മ്യൂസിക്കും അതുപോലെ തന്നെ തമൻ അങ്ങ് കത്തിച്ചിട്ടുണ്ട്. നല്ല കിണ്ണം കാച്ചിയ ഫ്രെയിംസും ഉണ്ട്. പക്ഷേ ഈ ബിൽഡപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അണ്ണൻ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അയ്യെന്ന് പറഞ്ഞു, ഓറ -1000. ഇത്രയും എലിവേഷൻ കിട്ടിയിട്ടും പുള്ളി വന്ന് നിൽക്കുമ്പോൾ അതിന്റെ 1% പോലും ഇമ്പാക്ട് ഓഡിയൻസിന് കിട്ടുന്നില്ല. അത്രയ്ക്ക് നിർഗുണനായ ഒരു മാസ് നടൻ. സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. പിന്നെ അങ്ങോട്ട് സിനിമ തീരണ വരെ ഈ ക്യാരക്ടറിന്റെ എലിവേഷൻസ് ആണ് സിനിമ മുഴുവൻ. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. ഈ ക്യാരക്ടറിനെ ബൂസ്റ്റ് ചെയ്യുക, പവൻ കല്യാണിനെ ബൂസ്റ്റ് ചെയ്യുക. പക്ഷേ അത് പുള്ളിയും കൂടെ വിചാരിക്കണമല്ലോ. അതായത് ഡയറക്ടറും ടെക്നീഷ്യന്മാരും ഒക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും ആക്ടർ കൂടെ വിചാരിക്കണം, എന്നാലല്ലേ കാര്യമുള്ളൂ. ഒരു സൈഡിൽ ബീജം കൊണ്ട് തമ്മൻ കത്തിക്കും, മറ്റേ സൈഡിൽ കിടക്കാച്ചി ഫ്രെയിംസ് വെച്ചിട്ട് സുജിത്ത് കത്തിക്കും. ഇതിന്റെ ഇടയിൽ കൂടെ ഒരു നിർഗുണനായിട്ട് അണ്ണൻ ഇങ്ങനെ നടന്നു വരും. സീറോ ഇമ്പാക്ട്. ഇടയ്ക്ക് അണ്ണൻ കുറച്ച് ഡയലോഗ് പറയുന്നുണ്ട്. എന്റെ പൊന്നോ, അൺസൈക്കോ. വളരെ കുറച്ച് ഡയലോഗ് ഉള്ളൂ, പക്ഷെ ഉള്ളത് തന്നെ സഹിക്കാൻ പറ്റില്ല. ലാസ്റ്റിൽ അണ്ണന്റെ ജാപ്പനീസ് പദ്യം ചൊല്ലലുണ്ട്. എന്റെ അമ്മോ, ഇതൊക്കെ തിയേറ്ററിൽ കണ്ടിരുന്നവരുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി സിനിമയുടെ എല്ലാ മേഖലയും അടിപൊളിയാണ്. ഈ പുള്ളി വെച്ച് കൂടെ അഭിനയിച്ചവരൊക്കെ ഈ പദ്യം ചൊല്ലൽ കണ്ടിട്ട് എങ്ങനെ ചിരിക്കാതെ പിടിച്ചെന്ന് എനിക്ക് മനസ്സിലാവണില്ല. സിനിമ തുടങ്ങിയിട്ട് തീരണ വരെ ഈ പുള്ളിയുടെ ഫേസ് ഒരുപോലെയാണ്, ഒരൊറ്റ എക്സ്പ്രഷൻ. ഇനി വല്ല ഏയോ ആണോ എന്ന് പോലും നമുക്ക് ഡൗട്ട് തോന്നിപ്പോകും. ആകെ പുള്ളി ഒന്ന് എക്സ്പ്രഷൻ ഇടാൻ ശ്രമിച്ചത് വൈഫ് മരിച്ചു കിടക്കുന്ന ഒരു സീനിലായിരുന്നു. എക്സ്പ്രഷൻ ഇട്ട് മെഴുകുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും ആ സീനിൽ ഡയറക്ടർ ഫേസിൽ കുറച്ച് ഫയർ അങ്ങിട്ട് ആ വൃത്തികിടങ്ങ് മറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കി. അതുപോലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ സീൻ ഉണ്ട്. KGF നിന്ന് അതുപോലെ ചുരണ്ടി എടുത്ത് വെച്ചതാണ്. പക്ഷെ എന്നാലും ആ ബിൽഡപ്പ് മ്യൂസിക്കും ഒക്കെ വളരെ നന്നായിരുന്നു. ഈ മൊമെന്റ് വരെ, പുള്ളിയെ കാണിക്കുന്ന ഒരു മൊമെന്റ് വരെ, അതുവരെ കൊണ്ടുവന്ന ബിൽഡപ്പ് ദേ കിടക്കണ താഴെ. എന്തോന്ന് എക്സ്പ്രഷൻ ആണ് ഇതൊക്കെ. മ്യൂസിക് മാത്രം വെച്ച് പടം ലിഫ്റ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. അതിൽ ഹീറോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ സിനിമ ലിഫ്റ്റ് ആവുള്ളൂ. അറ്റ്ലീസ്റ്റ് സ്ക്രീൻ പ്രസൻസ് എങ്കിലും പുള്ളിക്ക് ഉണ്ടായിരിക്കണം. ആരോട് പറയാൻ. KGF നിന്നും ബാഹുവിൽ നിന്നും സലാറിൽ നിന്നും അടിച്ചു മാറ്റിയ കുറേ ഫ്രെയിംസും സീനൊക്കെ ഉണ്ട്. പക്ഷെ ആ ഫ്രെയിമിലൊക്കെ പവൻ എണ്ണം വന്ന് നിന്നപ്പം അതങ്ങ് കോമഡി ആയി. സത്യം പറഞ്ഞാൽ തമൻ ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ അടുത്ത ബോംബ് എന്ന ലേബലിൽ ഒതുങ്ങിയാണ്. ആ പാവപ്പെട്ടവൻ ഒറ്റയ്ക്ക് പടം ലിഫ്റ്റ് ചെയ്ത് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു പുള്ളിയുടെ മ്യൂസിക്. പക്ഷെ അവിടെ നിൽക്കുന്ന ഹീറോയാണ് മെയിൻ പ്രശ്നം. ഈ പവർ സ്റ്റാറിന്റെ സ്ഥാനത്ത് വല്ല പ്രഭാസോ യാഷോ ഒക്കെ ആയിരുന്നെങ്കിൽ എന്റെ മോനെ പടം അങ്ങ് കത്തിയനെ. അമ്മാതിരി എലിവേഷൻസ് ആൻഡ് ബിൽഡപ്പ് ആണ് പടത്തിലുള്ളത്. പക്ഷെ ഈ നിർഗുണനായി പോയി. ഒരു കാര്യമല്ല പറഞ്ഞിട്ട്. എനിക്കൊന്ന് വേറെ ഏതൊരു മാസ് ഹീറോ ആയിരുന്നെങ്കിൽ പോലും ഈ പടം ഫയറായി മാറിയനെ, മൊത്തത്തിൽ അടിപൊളിയായനെ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ തേങ്ങ അത്ര അരച്ചു എന്ന് പറഞ്ഞാലും താളല്ലേ കറി.